ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോമൺ നെയിമിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾ NCERT-ലൊക്കെ കൊടുത്തിട്ടുള്ള ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് എന്നുള്ള ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമൺ നെയിംസ്. കോമൺ നെയിം എന്ന് പൊതുവെ ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ കോമൺ നെയിമും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ക്വിക്കായിട്ട് റിവിഷൻ ചെയ്യണം. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ കോമൺ നെയിമാണെന്ത് വാനിലിൻ. അതേപോലെ സാലിസിലാൽഡിഹൈഡും സാലിസിലിക് ആസിഡും രണ്ടും ചോദിക്കാറുണ്ട്. രണ്ടാളുടെയും സ്ട്രക്ചർ നോക്കിയിട്ട് അയാളുടെ കോമൺ നെയിം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പറയാൻ പറ്റണം. അടുത്തത്, ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്ന കോമൺ നെയിമാണ് സിന്നമാൽഡിഹൈഡ്. സിന്നമാൽഡിഹൈഡിൻ്റെ സ്ട്രക്ചർ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത കോമൺ നെയിം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല, ബെൻസാൽഡിഹൈഡ് ആണ്. ഇത് പിന്നെ ബീറ്റ ബ്രോമോ ബ്യൂട്ടിറാൽഡിഹൈഡ്, ഇത് എല്ലാവർക്കും അറിയിലുണ്ടാകും, അതായത് ബെൻസോഫിനോൺ ആണ്. ഇത് പിന്നെ പ്രൊപ്പിയോഫിനോൺ. അതേപോലെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു കോമൺ നെയിമാണെന്ത്, അക്രോലീൻ. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ കോമൺ നെയിമാണെന്ത്, അക്രോലീൻ. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ കോമൺ നെയിമാണെന്ത്, താൽഡിഹൈഡ്. അതിൽ പിന്നെ ഇവിടെ COH ആണെങ്കിൽ താലിക് ആസിഡ് എന്ന് വിളിക്കും. ഈ ഒരു സ്ട്രക്ചറിൻ്റെ കോമൺ നെയിം നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം, മറന്നു പോയിട്ടുണ്ടാകും. ഇതിൻ്റെ കോമൺ നെയിമാണെന്ത്, മെസിറ്റൈൽ ഓക്സൈഡ്. അതേപോലെ ഞാനിവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗർ ഇത് നിങ്ങൾക്ക് ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് എന്ന ചാപ്റ്ററിലെ കാർബോക്സിലിക് ആസിഡിൻ്റെ കുറേ IUPAC നോമൻക്ലേച്ചറും അതേപോലെ കോമൺ നെയിം കൊടുത്തിട്ടുള്ള ഭാഗം. അപ്പോൾ എല്ലാ കോമൺ നെയിമും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. ഫോർമിക് ആസിഡ്, അസറ്റിക് ആസിഡ്, അങ്ങനെ കുറേ കോമൺ, അഡിപ്പിക് ആസിഡ്, സക്സിനിക് ആസിഡ്, അങ്ങനെ എല്ലാ കോമൺ നെയിം മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ടി വരും. അതേപോലെ ഈ ഒരു സ്ട്രക്ചേഴ്സിൻ്റെ ഒക്കെ കോമൺ നെയിം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ചെറിയൊരു മിനിറ്റ് വീഡിയോയിൽ നമുക്ക് എല്ലാ കോമൺ നെയിമും നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്ത് പഠിക്കുക. കോമൺ നെയിം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ NCERT-ലുള്ള എല്ലാ കോമൺ നെയിമും എന്ത് ചെയ്യുക, പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഓൾ ദി ബെസ്റ്റ്.